ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മോളിത് ക്ലാസ്സിന് പോവാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് നോമ്പുണ്ട്. അവൾ LSSൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് രാവിലെ. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ പത്തിരിപ്പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അമ്മി നല്ല കഴുകിയിട്ട് അമ്മിമേലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു, അതിൽ വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെ. നല്ല തേച്ച് കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ അതിലുണ്ടാക്കുന്നത്. പിന്നെ ഇതാ പത്തിരി പ്രസ് ഇല്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ പരത്തിയിട്ടാണ് ചെയ്യുക. അത് നമ്മൾ പണ്ടത്തെ റമദാൻ കാലം ഇങ്ങനെ ഓർത്ത് പോകും കേട്ടോ. അപ്പോൾ പഴയ പണ്ട് കാലത്ത് പഴയ ഓല വീടല്ലേ. അപ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവില്ല, ഇലക്ട്രിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ലല്ലോ. അന്നത്തെ നോമ്പ് കാലത്തും വല്ലാത്ത സുഖം തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. നോമ്പൊക്കെ തുടങ്ങാൻ നേരമാകുമ്പോഴത്തേനും വീട്ടിലത്തെ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ കഴുകി നേരാക്കി വൃത്തിയാക്കി വെക്കും. പായം പുതപ്പൊക്കെ തിരുമ്പിയിട്ട് ഉണക്കിയിട്ടൊക്കെ എടുത്ത് വെക്കും. മുളക്, മല്ലി, പച്ചരി അതൊക്കെ പായയിൽ ഉണക്കിയിട്ട് നല്ല വൃത്തിയിലും ഒക്കെ ഉണക്കി എടുത്ത് വെക്കും. അങ്ങനെ മല്ലി, മുളകും പച്ചരിയും ഒക്കെ ഉണങ്ങി കഴിഞ്ഞാൽ കുട്ടികളെ അടുത്താൽ കൊടുക്കുക, അത് പൊടിപ്പിക്കാൻ കേട്ടോ. ആ മില്ലിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറയും കുട്ടികളോട്. അവർക്കെല്ലാം മിഠായി പൈസയും കൊടുക്കും. അപ്പോൾ അങ്ങനെ പിന്നെ അത് നമ്മളെ വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ല കച്ചറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ച് വാരി തീ കത്തിച്ചിടും. പണ്ടത്തെ ഓല വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ സുബൈ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മുന്നേ തന്നെ നീക്കും. കയ്യും മുഖമൊന്നും കഴുകാണ്ട് കുറച്ച് നേരം മുറ്റത്തൊക്കെ പോയി നിൽക്കും. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കയ്യും മുഖവും ഒക്കെ കഴുകിയിട്ട് നമ്മൾ അടുക്കളയിൽ വരുന്നിട്ട് പലകമ്മ അങ്ങനെ വന്നിരിക്കും ചോറിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് വേവും നമ്മുടെ റേഷൻ പിടിയത്തെ അരിയുടെ ചോറാവും. കൂടെ പപ്പടം ഉണ്ടാവും, മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാവും. ഇടയ്ക്ക് കട്ടൻ ചായയിൽ അവിലിട്ടിട്ട് കഴിക്കും. അപ്പം തന്നെ നമ്മളെ പള്ളൊക്കെ വീർത്തിട്ടുണ്ടാവും. പിറ്റേന്ന് നോമ്പ് തുറക്കാൻ സമയമാവണ വരെ ഓടിച്ചാടി നടക്കാൻ വേണ്ടിയിട്ട് കുറേ കഞ്ഞിവെള്ളം എടുത്ത് കുടിക്കും. ആ കാലത്തൊക്കെ നോമ്പിൻ്റെ ഭയങ്കര സന്തോഷമാവില്ല. അന്ന് 27 രാവിനൊക്കെ നല്ല പൈസ കിട്ടും, ഡ്രസ്സ് വാങ്ങാനും പൂത്തിരി വാങ്ങാനൊക്കെ. അന്ന് നോമ്പിന് മാത്രമാണ് ഇറച്ചും പത്തിരിയൊക്കെ ഉണ്ടാവുക. കുറച്ചേ കിട്ടുള്ളെങ്കിലും അന്നത്തെ നോമ്പിനൊക്കെ നല്ല ബർക്കത്ത് ഉണ്ടായിരുന്നു. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വിടും അപ്പുറത്തെ വീട്ടിലേക്ക് ഐസും വെള്ളം മേടിക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ ഐസും വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ കുറേ നേരം കാത്തിക്കും. തണുപ്പുള്ള വഴി കൂടെ ഇങ്ങനെ പോകും മക്കൾ വാങ്ങാനും വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. പിന്നെ ക്ഷമോടെ മക്കളിങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മകൾ കിട്ടും. അപ്പം നിങ്ങളൊക്കെ പണ്ടത്തെ ഓർമ്മകളൊക്കെ എന്താണെന്നൊക്കെ എഴുതണം കേട്ടോ. കമൻറ്റിൽ എഴുതണം. എത്ര പറഞ്ഞാലും തീരാത്ത ഓർമ്മകൾ ഉണ്ടാവുമല്ലോ അല്ലേ നമുക്കൊക്കെ. കേട്ടറിവും കണ്ടറിവും വായിച്ചറിവും എല്ലാതും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ പത്തിരി പണിയൊക്കെ കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഉറുമ്പ് വരാതിരിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ മൂടി വെക്കണത് കേട്ടോ. 2 മൂടിയൊക്കെ ഇടുന്നത്. അതിൻ്റെ അപ്പുറത്തൊക്കെ അങ്ങനെ ഈച്ചപ്പൊടി കൊട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല ഉറുമ്പുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുപ്പത്ത് തന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കറി വെക്കാനും കോഴിമുട്ട വാങ്ങാനും വേണ്ടിയിട്ട് ഞാൻ കടയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകാനും വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ പിന്നാലെ മക്കൾ വന്ന് ഞാൻ കണ്ടില്ല. നിങ്ങളോടാരാറിന് അയാളും ഓട്ടായി കടയ്ക്ക് പറഞ്ഞേ. Oh,
നീക്ക് വീഡിയോ കോളുകൾ വർത്താനം പറയാൻ അയക്കലോ എന്താ കാട്ടുക നീക്കടെ നിലത്തുനിന്ന് ആയമോദകം ഉണ്ടോ ഒരു 50 ഗ്രാം നാലര കുറച്ചേരം കൂടെ ഉണ്ട് ആ എനിക്കതാ ആവും തരും എല്ലാവർക്കും കൊടുക്കട്ടെ അഞ്ചക്കുട്ടിക്കും കൊടുക്ക് കഴിച്ചവനും കടുവനൊക്കെ കൊടുക്കും ഏടി കുട്ടീനെ നോക്ക ഐസ് പാത്രത്തിൽ ഇട്ടരായ ആ കുടിയിൽ ഒരു പാത്രത്തിൽ ഇട്ടരാ അവൾക്ക് കേട്ടോ ആ అంటున్నాడెట్టా ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഇതാ ഞാൻ മുട്ടക്കറി വെക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാട്ടോ കുറച്ച് അയമോദകം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അന്ന് ഈ വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ മാറിയിരിക്കണം കേട്ടോ അതാ വർത്താനൊക്കെ അങ്ങനെ കുറച്ച് മുന്തിരിങ്ങി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ മുട്ടക്കറി വെക്കാനും വേണ്ടിയിട്ട് സവാള പച്ചമുളക് തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ അടിച്ചിട്ടോ എന്നിട്ട് സവാളയിൽ അതിൽ എണ്ണ ഒഴിക്കാതെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും മിക്സിയിൽ ജാറിൽ വെള്ളം ഒഴിച്ചങ്ങാണ്ട് കുക്കറിക്ക് ഒഴിക്കണം കേട്ടോ എന്നിട്ടൊന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് കണ്ട് വേവിക്കും ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അതാ തേങ്ങ എടുക്കാനും വേണ്ടിയിട്ട് മിഷീൻ റൂമിൽ ഒന്നും അതിന് പറയട്ടോ മിഷീനൊന്നുമില്ല അപ്പോൾ തേങ്ങ എടുക്കാനും വേണ്ടിയിട്ട് പോയി അപ്പം എൻ്റെ അടുത്ത് കുട്ടീൻ്റെ കേട്ടോ തേങ്ങ ചിരകുമ്പോൾ അപ്പോൾ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് തൊള്ളയിൽ വെച്ച് കൊടുക്കണം കേട്ടോ തേങ്ങ അയ്യോ അയ്യോ തേങ്ങ ചിരക്കണോടത്തൊക്കെ വന്നിരിക്കുക നമുക്ക് തേങ്ങ വേണോ തേങ്ങ വേണോ തേങ്ങ വെള്ളം എനിക്ക് തന്നില്ല ഇനിയില്ല അതിൽ ഇല്ല കേട്ടോ പിന്നെ ആ തേങ്ങയിൽ മല്ലിയും മുളകും മഞ്ഞളും ഇടുട്ടോ ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ്ട് അടിക്കും
പിന്നെ അത് കുക്കറിലേക്ക് ആക്കിയിട്ട് പിന്നെ കോഴിമുട്ട പുഴുങ്ങാനും വെച്ച്. അപ്പോൾ അത്രയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 കേടാട്ടോ. അപ്പോൾ 2 പിന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചീനച്ചട്ടി വെച്ചിട്ട് തൂമിക്കാനും വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് 2 ഇടാം കേട്ടോ. അവിടെ ഉണ്ടായിരുന്നില്ല. അതൊന്ന് മൂത്തതിൻ്റെ ശേഷം ചകരം മുളകും പൊടി ഉണ്ട് ഇടും കേട്ടോ. മുളകും പൊടി ഇട്ടിട്ട് കോഴിമുട്ട ഓരോന്നോരോന്നായിട്ട് ചട്ടിക്ക് ഇടും, ഈ തൂമിച്ച ചട്ടിക്ക്. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നോമ്പിൻ്റെ ഓർമ്മകളും പണ്ട് കാലത്തെ ഓർമ്മകളും എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടക്കറി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു അബദ്ധം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവിൽ ചൂടാക്കിയിട്ട് യൂട്യൂബിൽ കണ്ടതൊരു ഷെയ്ക്ക് ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയത്. കുറച്ച് ഈത്തപ്പഴം അവിലും എടുത്തിട്ട് അവിൽ ആദ്യം ചൂടാക്കിയിട്ട് ഈ മിക്സിയിൽ അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിൽ ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ച്. അപ്പോൾ എന്നിട്ട് അതിൽ ഈത്തപ്പഴം പാലും ഒഴിക്കുക, തേങ്ങാപ്പാലും ഒഴിക്കുക. ഞാൻ പാൽ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. ഒഴിച്ചെടുത്തിട്ട് അടിച്ചിട്ട് അത് സംഭവം ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. വെള്ളം പോലെ ആയില്ല, എന്താ അറിയില്ല. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ കോരി തിന്നു കേട്ടോ. പിന്നെ അതാ ചോറൊക്കെ വാങ്ങിച്ച് നമ്പർക്ക് കൊടുക്കണ സൗണ്ട് വെള്ളം കുടിക്കും. രാത്രിക്കത്തെ കാര്യം പിന്നെ ഒന്നും പറയണ്ട. രാത്രിക്ക് നല്ല മഴ ഇവിടെ നല്ല പെയ്തിട്ടോ. കുട്ടികളവിടെ ചായ കുടിക്കുന്നുണ്ട്. ഞാൻ അതാ നല്ല മഴയായിരുന്നു രാത്രി. പിന്നെ കുറച്ച് നേരം കറൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ല ഇടി ഉണ്ടായിരുന്നു, മഴ മാത്രമല്ല കറൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അല്ല ഇടി ഉണ്ടായിരുന്നു, കറൻറ്റും പോയിട്ടുണ്ടായിരുന്നു. എന്താ ചോർക്ക് മീൻ പൊരിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളെ
കാര്യങ്ങളും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കടന്നു. പിന്നെ 3:30 3:45 ആകുമ്പോഴത്തേക്കും